ആദാബ് അർസ് ഹേ പ്യാരെ ദോസ്തോ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കൊറോണയും ലോക്ക്ഡൗണും ഇപ്പോഴിതാ മഴക്കാലവും എല്ലാം ഓരോരോ അനുഭവങ്ങളാണ്. ഇനിയും ഒത്തിരി അനുഭവങ്ങൾ നാം അനുഭവിക്കാനിരിക്കുകയാണ്. എല്ലാം നാം തന്നെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാക്കി തീർക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗാനം കേട്ടുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കാം. കൂട്ടുകാർ തയ്യാറല്ലേ? मेरे खुदाया दुनिया का तू ही रखवाला, मेरे खुदाया दुनिया का तू ही रखवाला. संसार तूने सारा बनाया, या सब को तूने अच्छा सजाया. संसार तूने सारा बनाया, या सब को तूने अच्छा सजाया. मेरे खुदाया दुनिया का तू ही रखवाला. खालिक है तू मेरा सभी का, राज़िक है तू मेरा सभी का. खालिक है तू मेरा सभी का, राज़िक है तू मेरा सभी का. इल्म का जलवा तू बिखरे सदा, रोशन करे दिल को तू ही सदा. इल्म का जलवा तू बिखरे सदा, रोशन करे दिल को तू ही सदा. मेरे खुदाया दुनिया का तू ही रखवाला. मेरे खुदाया दुनिया का तू ही रखवाला. दुनिया का तू ही रखवाला. കൂട്ടുകാർ ഒരു പ്രാർത്ഥനാ ഗാനം കേട്ടല്ലോ. യേ ഏക് ദുആയ ഗീത് ഹേ. ഇതൊരു പ്രാർത്ഥനാ ഗാനമാണ്. ദുആ നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ദുആ. പ്രാർത്ഥന എന്നാണ് ഉറുദുവിൽ അതിന് അർത്ഥം. ഗീതം എന്ന് നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാകും. അതുതന്നെയാണ് ഗീത് എന്ന് പറയുന്നത്. ദുആയ ഗീത്, പ്രാർത്ഥനാ ഗാനം. ഇത്ര എളുപ്പമാണോ ഉറുദു എന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഒരു കാര്യം കൂടി കേട്ടോളൂ. ഈ ദുആയ ഗീത് ഇത് കൂട്ടുകാർക്ക് വേണ്ടി മാഷ് തന്നെയാണ് രചിച്ച് തയ്യാറാക്കിയത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? ആപ്കോ പസന്ദ് ഹോ ഗയാ? ഇനിയും ധാരാളം കവിതകളും പാട്ടുകളുമൊക്കെ മാഷ് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളിൽ അതൊക്കെ കേൾക്കാനുള്ള അവസരം കൂട്ടുകാർക്ക് ഉണ്ടാക്കിത്തരാം. എന്താ, തയ്യാറല്ലേ? കൂട്ടുകാരെ, നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉറുദു ഭാഷയെക്കുറിച്ചാണ്. എന്താണ് ഉറുദു ഭാഷ? അത് എങ്ങനെയാണ്? ഉറുദു ഭാഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉറുദുവിനെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാമാണ് കേട്ടിരിക്കുന്നത്? ഒന്ന് പറയാമോ? ശരി, ടീക്കേ. ഉറുദു പഠിക്കാൻ എളുപ്പമാണ്. താരതമ്യേന മറ്റു ഭാഷകളിൽ നിന്നും ഉറുദു വളരെ എളുപ്പമുള്ള ഒരു ഭാഷയാണ് എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? ഉറുദു പഠന ആസാൻ ഹേ. ഉറുദു പഠന ആസാൻ ഹേ. ഉറുദു പഠന എളുപ്പമാണ്. ഉറുദു പഠിക്കൽ ആസാനാണ്. ടീക്കേ, സംജാ? അടുത്ത ഒരു വാചകം പറഞ്ഞ് ഉറുദുവിനെ കുറിച്ച്. ഉറുദു മധുരിതമായ ഭാഷയാണ്. ശബാഷ്. ഉറുദു ഏക് മീഠി ജബാൻ ഹെ. ഉറുദു ഏക് മീഠി ജബാൻ ഹെ. മീഠി കേട്ടിട്ടുണ്ടോ? മീഠി. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. നിങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ കടകളിൽ കയറി നിങ്ങൾ വാങ്ങുന്ന
കഴിക്കുന്ന ഒരു സാധനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. കൂട്ടുകാരുടെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. ടീക്കേ മിഠായി പലതരത്തിൽ പറയാറുണ്ട്. മുട്ടായി എന്നും മിഠായി എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉറുദു വാക്കാണ്. മിഠായി, മീഠ, മധുരമുള്ളത്. മിഠായി മാധുര്യം, മധുരം, മധുരമുള്ള പലഹാരം എന്നൊക്കെ അർത്ഥം. ഉറുദു ഏക്ക് മീഠി ജബാൻ ഹെ. ടീക്കേ, ആ ഉറുദു ഒരു ഇന്ത്യൻ ഭാഷയാണ്. ഉറുദു ഏക്ക് ഹിന്ദുസ്ഥാനി ജബാൻ ഹെ. उर्दू एक हिंदुस्तानी ज़बान है. हिंदुस्तान हमारा वतन है, हमारा राज्यम है, हमारा कंट्री है हिंदुस्तान. ठीक है. उर्दू संगीतത്തിൻ്റെ ഭാഷയാണ്. उर्दू संगीत की ज़बान है. उर्दू संगीत की ज़बान है. संगीत, संगीतम. ठीक है. മറ്റൊന്ന്, ഉറുദു അറബി പോലെ എഴുതുന്നു. ശരിയാണ്. ശബാഷ്. ടീക്കേ. ഉറുദു അറബി ജൈസെ ലിഖ്തേ ഹൈ. ഉറുദു അറബി ജൈസെ ലിഖ്തേ ഹൈ. ഉറുദു कैसे बोलते हैं? ഉറുദു എങ്ങനെ बोलते हैं പറയുന്നു. ഉറുദു ഹിന്ദി ജൈസെ बोलते हैं. ഉറുദു അറബി ജൈസെ ലിഖ്തേ हैं. उर्दू हिंदी जैसे बोलते हैं. ठीक है. अच्छे बच्चे हैं. आप लोग अच्छे बच्चे हैं. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഉറുദുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പല ഭാഗത്തു നിന്നും നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കുട്ടികൾ. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. തയ്യാറല്ലേ? ശബാഷ്. ഇനി മാഷ് പറയാൻ പോകുന്നത് ഏക് ഗീത് ഹേ. ഏക് ഗീത്. ആ ഗീത്ത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഗീത്താണ്, ഒരു ഗാനമാണ്. ആ പാട്ടിൻ്റെ ചില വരികൾ, ചുരുങ്ങിയ വരികൾ ഞാൻ കേൾപ്പിച്ചു തരാം, ഞാൻ പാടിത്തരാം. ഓക്കെ, ടീക്കേ. കൂട്ടുകാർക്കറിയാം, കൂട്ടുകാർ കൂടെ പാടണം കേട്ടോ. ശരി, പാടി നോക്കാം. സാരേ ജഹാ സേ അച്ഛാ ഹിന്ദോസിതാ ഹമാര ഹമാര. സാരേ ജഹാ സേ അച്ഛാ ഹം ബുൽബുലേ ഹൈ ഇസ്കി യേ ഗുൽസിതാ ഹമാര ഹമാര. സാരേ ജഹാ സേ അച്ഛാ ഹിന്ദോസിതാ ഹമാര ഹമാര. സാരേ ജഹാ സേ അച്ഛാ. നല്ല കുട്ടികൾ, നല്ല കൂട്ടുകാർ, നിങ്ങൾ ഏറ്റുപാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു ഗാനമാണ്. ഇത് എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്കറിയാം. അതെ, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മനോഹരമായി വർണ്ണിക്കുന്ന ഉറുദുവിലുള്ള മനോഹരമായ ഏക് കൗമി ഗീത് ഹെ. കൗമി ഗീത്, ദേശഭക്തി ഗാനം. കൗമി തറാന വേറെയുണ്ട്, ദേശീയ ഗാനം. ഇത് കൗമി ഗീത്. ഞാൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള വാക്കുകൾ. ശരി. ചിലർക്കൊക്കെ ഒരാശ്ചര്യം വന്നതായി തോന്നുന്നു. കാരണം ഇത് ഉറുദു പാട്ടായിരുന്നല്ലേ എന്നൊരു ആശ്ചര്യമുണ്ട് ഇപ്പോൾ പലരുടെയും മുഖത്ത്. ശരിയാണ്, ഉറുദു പാട്ടാണ്, ഉറുദു കവിതയാണ്. ഇതെപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്? അതെ, സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ നടക്കുന്ന ചടങ്ങുകളിൽ ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നിരവധി സിനിമകളിലും നമ്മളിത് കേട്ടിട്ടുണ്ട്. സിനിമകളിലെ ദേശീയ പ്രാധാന്യമുള്ള പല അവസരങ്ങളിലും അത് ഉപയോഗിക്കാറുണ്ട്. വളരെ മനോഹരമായ പാട്ടാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പാഠഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ചർച്ച ചെയ്യാം. ഉറുദു ഏക് ഹിന്ദുസ്ഥാനി ജബാൻ ഹെ എന്ന് നാം പറഞ്ഞല്ലോ. ഉറുദു ഒരു ഇന്ത്യൻ ഭാഷയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സ്വാഭാവികമായും ഈ ഭാഷയെ അംഗീകരിച്ചിട്ടുണ്ടാകും.
അല്ലേ? എവിടെയാണ് ഈ അംഗീകാരം നാം സ്ഥിരമായി കാണുന്ന സ്ഥലമെന്ന് നിങ്ങൾക്കറിയുമോ? അതെ, ചില സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷകളുടെ ഗണത്തിൽ ഉറുദു ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന, നിങ്ങളുടെ പോക്കറ്റിലുണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലുണ്ടാകുന്ന ആ ഉറുദുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കൊന്ന് കാണണ്ടേ? എന്നാൽ നമുക്കൊന്ന് സ്ക്രീനിൽ അത് കാണാം. കൂട്ടുകാർ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഈ കറൻസിയുടെ ചിത്രമൊന്ന് ശ്രദ്ധിച്ചേ. ഇതിൽ ഉറുദു ഭാഷ എവിടെ കാണുന്നു എന്ന് നോക്കാം. നമ്മുടെ രാജ്യത്ത് 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ, കൂടാതെ 2000 രൂപ, ഇങ്ങനെ കറൻസികളുണ്ടല്ലോ. ഈ കറൻസികളുടെ പിൻഭാഗത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വിവിധ ഭാഷകളിൽ ആ രൂപയുടെ മൂല്യം എത്രയാണ് എന്ന് കുറിച്ചു വച്ചിട്ടുണ്ടാകും. എത്ര ഭാഷകൾ കാണാം നമുക്കതിൽ? ഒരു കള്ളിയിലാണ്, ഒരു കളത്തിൽ ആണ് അത് ഉള്ളത്. ശരി, 15 ഭാഷകൾ അതിലുണ്ട്. അതിൽ ആ 15 ഭാഷകളിൽ ഏറ്റവും താഴെയായി നമുക്ക് ഉറുദു കാണാവുന്നതാണ്. 1 രൂപയ, 2 രൂപയെ, 5 രൂപയെ, 10 രൂപയെ, 20 രൂപയെ, 50 രൂപയെ, 100 രൂപയെ, 200 രൂപയെ, 500 രൂപയെ, 2000 രൂപയെ. അങ്ങനെ ഓരോ കറൻസിയിലും അതിൻ്റെ മൂല്യം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ചിലർക്കൊരു സംശയം ആ നോട്ടത്തിൽ മനസ്സിലാകുന്നു. ഈ ഉറുദു ഭാഷ വളരെ മോശമാണോ അതിനെ താഴെ കൊണ്ടുപോയി എഴുതാൻ? എന്തുകൊണ്ട് അതിനെ മലയാളത്തിൻ്റെ കൂടെ കുറച്ച് മുകളിൽ എഴുതിയില്ല? അതിന് കാരണമുണ്ട്. ഉറുദു ഭാഷയ്ക്ക് നല്ല കനം കൂടുതലാണ്. അപ്പോൾ കനം കൂടുതലുള്ള വസ്തുക്കൾ വെള്ളത്തിലിട്ടാൽ അല്ലെങ്കിൽ വായുവിലിട്ടാൽ, ഒരു തൂവലും ഒരു കനമുള്ള കല്ലും ഇട്ടാൽ എങ്ങനെ വേഗം താഴേക്ക് പതിക്കില്ലേ? അതുപോലെ നല്ല ഘനഗംഭീരമായ ഉറുദു ഭാഷ അതിൻ്റെ താഴെ വന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ തമാശാരൂപേണ പറയാറുണ്ട്. എന്നാൽ അതല്ല അതിൻ്റെ വാസ്തവം. ഞാൻ രസകരമായി പറഞ്ഞതാണ്. ആ 15 ഭാഷകളെ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ആസാമീസ് ഭാഷയാണ് നമുക്ക് കാണാനാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഷകളിൽ, ഇന്ത്യ കറൻസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 15 ഭാഷകളിൽ ഏറ്റവും അവസാനമായി വരുന്ന ഉറുദു ഭാഷയുടെ ആദ്യത്തെ അക്ഷരം യു ആണല്ലോ. അതുകൊണ്ടാണ് ഉറുദു അവസാനം വന്നത്. ഇനി ആരെങ്കിലും നിങ്ങളോട് ഉറുദു ഭാഷയുടെ നില കണ്ടില്ലേ, ഏറ്റവും താഴെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യകാരണ സഹിതം അത് സമർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കൂട്ടുകാർ തയ്യാറല്ലേ? എന്താവുന്നു ഉഷാറായിരുന്നേ? ഈ ഭാഷ, ഉറുദു ഭാഷ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പഠന ഭാഷയായും, അതുപോലെ തന്നെ വ്യവഹാര ഭാഷ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്, സംസാര ഭാഷയായും, സാഹിത്യ ഭാഷയായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാർത്താമാധ്യമങ്ങളിലും ഒക്കെ, ഇന്ത്യക്ക് പുറത്ത് പാശ്ചാത്യൻ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങളെ കണ്ട സന്തോഷത്തിൽ ഞാനൊരു കാര്യം മറന്നുപോയി. എന്താണെന്നറിയാമോ? ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേരെന്താണ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. മലയാളത്തിലല്ല, ഉറുദു മേ ബോൽത്താ ഹൂം. मेरा नाम फैसल है. मेरा नाम ഫൈസൽ ഹേ. आपको समझा है? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ കൂട്ടുകാരെ? വളരെ ആസാൻ ഹേ അല്ലേ? നേരത്തെ പറഞ്ഞു ഉറുദു ഏക് ആസാൻ ജബാൻ ഹേ. ഉറുദു പഠന ആസാൻ ഹേ, ലിഖന ആസാൻ ഹേ, ഉറുദു സമജ്ന ആസാൻ ഹേ. ഉറുദു പഠിക്കുക, ഉറുദു വായിക്കുക, ഉറുദു എഴുതുക, ഉറുദു മനസ്സിലാക്കുക, ഉറുദു ബോൽന, ഉറുദു പറയുക, ഇതൊക്കെ ബഹുത് ആസാൻ ഹേ. ബഹുത് ആസാൻ ഹേ. ഞാൻ എൻ്റെ നാം പറഞ്ഞു. നാം
നാം എന്ന് നമ്മൾ ഉറുദുവിൽ പറയും പേരിന്. ഇംഗ്ലീഷിൽ എന്ത് പറയും? നെയിം. നോക്കൂ, ഇംഗ്ലീഷിലുള്ള നെയിമിൻ്റെ ഇ നിങ്ങളൊന്ന് മാറ്റിവെച്ച് ബാക്കിയൊന്ന് വായിച്ചു നോക്കൂ. നാം. എന്നാൽ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നാമം. കണ്ടോ? നാമം, നെയിം, നാം. ഈ നാം എന്ന പദം ഉറുദുവിൽ മാത്രമല്ല ഹിന്ദിയിലും ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഉറുദു പറഞ്ഞതൊക്കെ അതേപടി നമുക്ക് ഹിന്ദിയിലും പ്രയോഗിക്കാവുന്നതാണ്. ഉറുദു പഠനത്തോടൊപ്പം ഹിന്ദി പഠനവും കൂട്ടുകാർക്ക് എളുപ്പമാകില്ലേ? അതാണ് മാഷ് പറഞ്ഞത്, ഉറുദു പഠന ലിഖന ബോൽന സമജ്ന സഭി ബഹുത് ആസാൻ ഹെ. ടീക്ക് ഹെ. എന്താണ് ഈ മാഷ് ഇടയ്ക്കിടയ്ക്ക് ടീക്ക് ഹെ ടീക്ക് ഹെ എന്ന് പറയുന്നത്? അതൊരു തമാശയിലൂടെ ഞാൻ പറയാം. നമ്മൾ സ്കൂളിൽ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് എന്തെങ്കിലും തന്നാൽ നമ്മളത് ഭംഗിയായി വളരെ നന്നായി എഴുതി കഴിഞ്ഞാൽ ടീച്ചറും മാഷുമൊക്കെ നമുക്ക് എന്ത് തരാറുണ്ട്? ഒരു മാർക്ക് തരാറുണ്ട്. ഓക്കെ, അത് നമ്മൾ സാധാരണ ടിക്ക് എന്ന് പറയാറുണ്ട് അല്ലേ? ടിക്ക് ചെയ്യുക, ശരി അടയാളപ്പെടുത്തുക, ടിക്ക്. ഇതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ശരി എന്നാണ് ഠീക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, നാം പറഞ്ഞതുപോലെ, നെയിം നാമം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കണ്ടോ ഠീക്ക്, ടിക്ക്. ഇതിനെ ബന്ധപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് പഠിക്കാൻ. എന്തും മറ്റൊരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ബന്ധിപ്പിച്ച് പഠിച്ചാൽ നിങ്ങൾക്കെല്ലാം വളരെ എളുപ്പമാകും. ടീക്കേ? ഹാ ജി ഹാ ജി ഹാ. അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞു, മേരാ നാം ഫൈസൽ ഹേ. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? മലയാളത്തിലല്ല, ഉറുദുവിൽ ചോദിക്കും. നിങ്ങൾ ഉറുദുവിൽ ഉത്തരം പറയണം. ആപ്കാ നാം ക്യാ ഹൈ? ആപ്കാ നാം, ആപ്കാ നാം ക്യാ ഹൈ? हाँ बताओ. मेरा नाम है. ആ മേരാ നാം കഴിഞ്ഞിട്ട് ഹേ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പേര് ചേർത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താവുന്നതാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ. ആപ്കാ നാം ക്യാ ഹേ? ആ മേരാ നാം ഹേ. बहुत अच्छा, बहुत अच्छे बच्चे हैं. മേരെ ദോസ്ത് ബഹുത് അച്ഛേ ബച്ചേ. എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ നല്ല കുട്ടികളാണ് അല്ലേ? നിങ്ങൾ ഉറുദുവിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നു, ഒരു വാചകം പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും മനസ്സിലായി ഉറുദു ബഹുത് ആസാൻ ഹെ. ഉറുദു പഠന ലിഖന സമജ്ന ബോൽന ബഹുത് ആസാൻ ഹെ. ഉറുദു ബഹുത് ആസാൻ ഹെ. ഉറുദു മസേദാർ ഭി ഹെ. മസേദാർ, രസകരം. ठीक है. എന്നാൽ മാഷ് ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു രസകരമായ കാര്യം. एक मज़ेदार बात सुनाऊं. मैं आप लोगों को एक मज़ेदार बात सुनाऊं. मज़ेदार बात, രസകരമായ കാര്യം. സുനാവോ, കേൾപ്പിക്കട്ടെ. ठीक है. उर्दू भाषा, उर्दू ज़बान और हिंदी ज़बान. उर्दू भाषा और हिंदी भाषा दोनों ബഹൻ ഹെ, സഹോദരിമാരാണ്, ഇരട്ട സഹോദരിമാർ. ട്വിൻസ് എന്ന് പറയാറില്ലേ, അതാണ് ഹിന്ദിയും ഉറുദുവും. ഹിന്ദി ഭാഷയും ഉറുദു ഭാഷയും ഒരേപോലെ നമുക്ക് പറയാം. ഹിന്ദി ഭാഷയും ഉറുദു ഭാഷയും നമുക്ക് ഒരേപോലെ പറയാം. എഴുത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഉറുദു ഭാഷ അറബി ജൈസെ ലിഖ്തെ ഹെ. ठीक है. കൂട്ടുകാരിൽ പലരും മദ്രസയിൽ പഠിക്കുന്നുണ്ടാകും. 1 മുതൽ 4-ാം ക്ലാസ് വരെ അറബി പഠിച്ചിട്ടുണ്ടാകും. ഈ അറബി ഭാഷയിലെ അക്ഷരങ്ങൾ തന്നെയാണ് ഉറുദുവിൽ ഉപയോഗിക്കുന്നത്. കൂടെ അല്പം ചില അക്ഷരങ്ങളും കൂട്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതങ്ങനെയാണല്ലോ. ആ എഴുത്തും വായനയും ഒക്കെ നമുക്ക് പിന്നീട് പരിശീലിക്കാം.
അതിനെക്കുറിച്ച് പിന്നീട് പരിചയപ്പെടാം. നിങ്ങൾ വേവലാതിപ്പെടേണ്ട, അതിന് മറ്റൊരു അവസരം നമുക്കുണ്ടാക്കാം. ഇന്ന് നമുക്ക് ഉറുദുവിനെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംവദിക്കാം. ഇപ്പോൾ നമ്മൾ ഗീത് കേട്ടു, ഒരു ദുആഇയ ഗീത് കേട്ടു, മാഷ് തന്നെ എഴുതിയ ഒരു ദുആഇയ ഗീത് കേട്ടു. അതിനുശേഷം വളരെ പ്രശസ്തമായ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ദേശഭക്തി ഗാനം ഏക് ഖൗമി ഗീത്, അതും കൂടി കേട്ടു അല്ലേ? ഇനിയൊരു കഹാനി ആയാലോ? കൂട്ടുകാർക്ക് രസകരമായില്ലേ? ഒരു നല്ല രസകരമായ ഒരു കഹാനി കൂടി നമുക്ക് കേൾക്കാം. ठीक है? अच्छा, अच्छे बच्चे हैं. मैं एक कहानी सुनाता हूँ. कहानी समझा? कहानी एक बिल्ली, ഒരു ബില്ലിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. बिल्ली कौन है? बिल्ली म्याऊ म्याऊ करती है. बिल्ली म्याऊ म्याऊ करती है. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരാണ് ബില്ലി എന്ന്. ഒരു നാട്ടിൽ ഒരു ബില്ലി ഉണ്ടായിരുന്നു. എന്നും ആ ബില്ലി അടുത്തുള്ള ഒരു ഘർ, അതിൻ്റെ ആ ഘറിൻ്റെ, ഘർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി അല്ലേ? അടുത്ത് തന്നെ ഒരു ഘർ ഉണ്ടായിരുന്നു. ആ ഘറിൻ്റെ വാതിൽക്കൽ ചെന്ന് അകത്തേക്ക് പ്രവേശിക്കാനായി സമ്മതം ചോദിക്കാറുണ്ട്. സമ്മതം ചോദിച്ചിട്ടേ നമ്മുടെ ബില്ലി അകത്തേക്ക് കയറിപ്പോകാറുള്ളൂ. അത്രയും ഷരീഫ് ജാൻവർ ഹേ ബില്ലി, അത്രയും മാന്യനായ ഒരു മൃഗമാണ് നമ്മുടെ ബില്ലി. അപ്പം എങ്ങനെയാണ് ആ ബില്ലി സമ്മതം ചോദിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? പറയൂ. അത് ചോദിച്ചത് മറ്റൊന്നുമല്ല, മേയാവൂ 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 മേയാവൂ. ഓ, ഇതാവും ഇത്ര വലിയ കഥ അല്ലേ? എന്നാൽ ഇതിലൊരു രസമുണ്ട്. അപ്പം ഇദ്ദേഹം ചോദിച്ച ഭാഷ ഇംഗ്ലീഷോ മലയാളമോ അറബിയോ ഒന്നുമല്ല. ഇദ്ദേഹം ഉറുദുവിലാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഞാൻ അകത്തേക്ക് വന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ വന്നോട്ടെ എന്നാണ് ചോദിച്ചത്. മേ ആവും, മേ മേ ആവും, ഞാൻ വന്നോട്ടെ. പൂച്ച കരയുന്ന ശബ്ദം, പൂച്ച ഉണ്ടാക്കുന്ന ശബ്ദം, അത് ഉറുദു വാചകമാണ്. ഉറുദുവിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉറുദുവിൽ സമ്മതം ചോദിക്കുന്ന ഒരു വാചകത്തിന് സമാനമായാണ് പൂച്ചയുടെ ശബ്ദം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാക്ക് കിട്ടിയല്ലോ. പൂച്ചയുടെ ശബ്ദം നിങ്ങൾക്കറിയാമല്ലോ. അതിനെ ബന്ധപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആ ഒരു വാക്കുകൂടി എളുപ്പം പഠിക്കാനാകും. ടീക്കേ? അപ്പോൾ മാഷൊരു ചോദ്യം ചോദിക്കട്ടെ, ഉറുദു സംസാരിക്കുന്ന ജാൻവർ ഏതാണ്? ടീക്കേ, ബില്ലി. ഉറുദു ബോलने वाला एक जानवर बिल्ली है. ठीक है, अच्छे बच्चे हैं. ഈ കഹാനി കൂട്ടുകാർക്ക് പസന്തായില്ലേ? പസന്ത്. ഒരു കഥ കേട്ടാൽ നിങ്ങൾക്ക് പസന്താവാം, പസന്താവാതിരിക്കാം. പസന്തിൻ്റെ അർത്ഥം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ ഈ ബില്ലിയെക്കുറിച്ച് മാഷൊരു ഗീത്ത് പാടിത്തരട്ടെ? കൂട്ടുകാർ കൂടെ പാടുമല്ലോ അല്ലേ? വളരെ आसान गीत है, बहुत आसान गीत है, बहुत छोटा गीत है, छोटा. കൂടെ പാടണേ. मेरी बिल्ली बोली म्याऊं, प्यारी बिल्ली बोली म्याऊं. मेरी बिल्ली बोली म्याऊं, प्यारी बिल्ली बोली म्याऊं. घर के अंदर में आऊं, घर के अंदर में आऊं. म्याऊं म्याऊं मैं आऊं. मेरी बिल्ली बोली म्याऊं, प्यारी बिल्ली बोली म्याऊं. घर के अंदर में आऊं. म्याऊं म्याऊं मैं आऊं.
म्याऊं म्याऊं मैं आऊं. ठीक है, आप लोग अच्छे बच्चे हैं. നല്ല കുട്ടികളാണ്. കൂടെ പാടി. വളരെ ആസാൻ ഗീത് ഹെ, ബഹുത് ആസാൻ ഗീത് ഹെ. എല്ലാവർക്കും ഈ ഗീത്ത് വളരെ പസന്തായിട്ടുണ്ടാകും അല്ലേ? പസന്താകുമെന്നാണ് എൻ്റെ വിശ്വാസം. പാടാനും എളുപ്പമാണ്, കേൾക്കാൻ കുറച്ചൊക്കെ ഇമ്പവുമുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ കൊച്ചു വർത്തമാനം നമുക്ക് ഇവിടെയൊന്ന് തൽക്കാലം നിർത്തിവെക്കാം. ഇനി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി, അറിവുകളുമായി, ഒത്തിരി ഒത്തിരി രസകരമായ കൊച്ചു വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ കാണാം. हम अगले क्लास में ज़रूर मिलेंगे. शुक्रिया. खुदा हाफिज़.